62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നാളെ കൊല്ലത്ത് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ജനുവരി 8-നാണ് സമാപനം. അല്പസമയത്തിനകം ആതിഥേയർ സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങും. കലോത്സവ നഗരിയിലേക്ക് പോവുകയാണ്. ആദിത്യൻ ഓമനക്കുട്ടൻ ചേരുന്നുണ്ട്. ആദിത്യൻ, കേളികൊട്ട് ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു. സ്വർണ്ണക്കപ്പ് ഏറ്റുവാങ്ങിക്കഴിഞ്ഞു ആതിഥേയരുടെ പ്രതിനിധികൾ. എന്തൊക്കെയാണ് മറ്റ് വിശേഷങ്ങൾ? എത്രത്തോളം ആവേശവും ആരവവും ഉണ്ട്? 15 വർഷത്തിന് ശേഷം എൻ്റെയും പ്രതീക്ഷ കൊല്ലത്തെത്തി നിൽക്കുകയാണ് കലോത്സവം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൗമാരോത്സവത്തിന് ഇപ്പോൾ നമ്മുടെ കൊല്ലം വേദിയാവുകയാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് 2008-ലായിരുന്നു കൊല്ലത്തെ കലോത്സവം ഉണ്ടായിരുന്നത്. 239ഓളം ഇനങ്ങളിലായി 14,000-ഓളം വിദ്യാർത്ഥികൾ മത്സരിക്കുന്ന വലിയൊരു മാമാങ്കത്തിനാണ് നമ്മുടെ കൊല്ലം ഇനി വേദിയാവാൻ പോകുന്നത്. ആശ്രാമം മൈതാനത്ത് എല്ലാ ഒരുക്കങ്ങളും പ്രധാന കവാടം മാതൃഭൂമിയുടെ പതിവ് പോലെ നമ്മളെ കോഴിക്കോടിന് സമാനമായി മാതൃഭൂമിയുടെ പ്രധാന കവാടമാണ്. ഇതുപോലെ ആദിത്യൻ ഓമനക്കുട്ടൻ പങ്കുവെച്ചത് സവിശേഷമായ മുഹൂർത്തങ്ങളിലേക്ക് കടക്കുകയാണ്. മാതൃഭൂമിയുടെ കവാടമാണ് പതിവ് പോലെ ഈ വർഷവും വേദിയെ ധന്യമാക്കുന്നത്. അത് നോക്കി കാണികളൊക്കെ എത്തുന്നു, കലാകാരന്മാർ എത്തുന്നു. അങ്ങനെ സർവോപരി കലാസബരിയിലേക്ക് കൊല്ലം പോകുന്നു. കൊല്ലത്തിന് ആരവം കൊണ്ട നിമിഷമാണ്. ആദിത്യനൊന്നും മുറിഞ്ഞുപോയി എങ്കിലും ആവേശമൊട്ടും ചോരുന്നില്ല. വ്യത്യസ്തമായ കാഴ്ചകളും വർണ്ണവിശേഷങ്ങളുമായിട്ടൊക്കെ തന്നെ നമ്മൾ ഓരോ നിമിഷവും പ്രേക്ഷകരിലേക്ക് എത്തും. അങ്ങനെ കൊല്ലം നമുക്ക് പൊളിക്കണം. പ്രജേഷ്, ഇനി കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. ഇങ്ങോട്ട് കൊണ്ടുവന്ന കപ്പ് കോഴിക്കോട് തന്നെ തിരിച്ചു കൊണ്ടുപോകുമോ? നമുക്കറിയാം, കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും കോഴിക്കോട് തന്നെയായിരുന്നു ചാമ്പ്യന്മാർ. ഇനി ഹാട്രിക് അവർ അടിക്കുമോ? അതോ ഇനി കാത്തു കിട്ടിയ അവസരത്തിൽ കൊല്ലം കൊലാമാസാവുമോ എന്നൊക്കെ നമുക്കിരുന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. അപ്പോൾ ആരാണിക്കും ഇനി കപ്പടി? അതോ പഴയ പ്രതാപം തിരിച്ചു പിടിക്കാൻ പാലക്കാട് കപ്പുമായി തിരിച്ച് യാത്രയാവുമോ എന്നൊക്കെയാണ് ഇനി ടെസ്റ്റുകളുടെയും ഇനി ആവേശ പോരാട്ടങ്ങളുടെയും കാത്തിരിപ്പിന്റെ നിമിഷമാണ് പ്രതീക്ഷ. ഓരോരുത്തരും കൊല്ലത്തെ കേളി കേട്ട ഈ മണ്ണിൽ ഓരോരുത്തരും കാത്തിരിക്കുകയാണ്. ONVയുടെയും ദേവരാജൻ മാഷിന്റെയും ഒക്കെ നാടക കുലപതി O മാധവന്റെയും ഒക്കെ ഈ മണ്ണിൽ കുഞ്ഞ് കലാ താരങ്ങളെ ഓരോരുത്തരെയും കൈനീട്ടി സ്വീകരിക്കാനായിട്ട് ഓരോരുത്തരും കാത്തു നിൽക്കുകയാണ് പ്രതീഷ്. തീർച്ചയായും ആദ്യത്തിന് എന്തായാലും ഞാനും അതിൽ അഭിമാനിക്കുന്ന ഒരു കൊല്ലംകാരനായതുകൊണ്ട് അങ്ങനെ നമുക്ക് കൊല്ലത്തിൻ്റെ ഈ വിസ്മയങ്ങളും പ്രാധാന്യങ്ങളും കലയുടെ പാരമ്പര്യമൊക്കെ ഒരുപാട് അനുമോദനങ്ങളിലൂടെ കണ്ട ഒരു ജില്ലയാണ് അത്.